ഈ കാലമത്രയും ബെർലിൻ്റെ ചരിത്രത്തിൽ വിജയങ്ങൾ നേടിയെടുത്ത് ലക്ഷ്യത്തിലെത്തിച്ചേർന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചിലർ ഇപ്പോഴും ബെർലിനോട് എക്കാലവും കടപ്പെട്ടിരിക്കുന്നവരാണ്. കാരണം അവരുടെ ജീവിതവും സാഹചര്യങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം അവരെ തന്നെ തകർക്കാനിടയായ സാഹചര്യത്തിൽ നിന്നും ബെർലിൻ എന്ന സ്ഥാപനം തൻ്റെ ലാഭസാധ്യതകളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ വിദ്യയിലൂടെ ലക്ഷ്യം കാട്ടിക്കൊടുത്ത് ഇന്ന് ഇന്ത്യയുടെ തന്നെ അഭിമാനമായി മാറിയ പ്രതിഭകൾ. അവരിലൊരാളുടെ ജീവിതമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇപ്പോഴും ബെർലിൻ്റെ ഓർമ്മയിൽ ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ജീവിതകഥ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു അമ്മയും മകനും ബെർലിൻ്റെ കവാടം കടന്ന് ഇവിടുത്തെ റിസപ്ഷൻ്റെ വാതിക്കൽ വന്നു. തീർത്തും അവശയായ ഒരു അമ്മയും ഒരുപാട് പ്രതീക്ഷകളോടെ ബെർലിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്ന ഓരോ ഫ്ലെക്സുകളിലേക്കും നോക്കി നിൽക്കുന്ന നിഷ്കളങ്കമായ ചിരിയുള്ളൊരു മകനും. റിസപ്ഷനിലേക്ക് കയറി വന്ന ആ അമ്മ ആദ്യം പറഞ്ഞത് മകന് ഡോക്ടറാവാൻ നല്ല ആഗ്രഹമാണെന്നും സ്കൂളിലൊക്കെ നന്നായി പഠിക്കുമെന്നുമായിരുന്നു. സ്കൂളിൽ നന്നായി പഠിക്കുന്നത് കാരണം ആ കുട്ടി +2 പഠിപ്പിച്ച ക്ലാസ് ടീച്ചറാണത്രേ ബെർലിൻ എന്ന സ്ഥാപനത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുത്തത്. അങ്ങനെ രാവിലെ 2 ബസ് മാറിക്കയറി ഇവിടെ എത്തിയത് കൊണ്ടാണ് നേരം ഇത്ര വൈകിയതെന്നും അവർ പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, ബെർലിൻ്റെ റിസപ്ഷനോട് ചേർന്നാണ് ബെർലിൻ്റെ ഡയറക്ടർ റൂമും. ബെർലിൻ്റെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫ്ലെക്സിലെ വിജയികളായ വിദ്യാർത്ഥികളുടെ ഫോട്ടോയും നോക്കി നിന്ന് ആ കുട്ടി കുറച്ച് മുന്നോട്ട് നീങ്ങി ഡയറക്ടേഴ്സ് റൂമിൻ്റെ മുൻപിലെത്തി. അപ്പോഴാണ് അവൻ്റെ കണ്ണിൽ ഡയറക്ടേഴ്സ് റൂമിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ട്രോഫികൾ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ കുട്ടി കുറച്ചു നേരം കൗതുകത്തോടെ ആ ട്രോഫികളിലേക്ക് നോക്കി നിന്നു. സ്ഥാപനത്തിലുള്ള ഏതോ ഒരു വിദ്യാർത്ഥി തന്നെ കാണാൻ വന്നതാവുമെന്ന് കരുതി നമ്മുടെ ഡയറക്ടർമാരിലൊരാൾ ആ കുട്ടിയോട് ഉള്ളിലേക്ക് വരാൻ പറഞ്ഞു. പെട്ടെന്ന് ആ കുട്ടി പുറകിലേക്ക് തിരിഞ്ഞ്, അമ്മേ, ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു സാറ് എന്നോട് അകത്തേക്ക് വരാൻ പറയുന്നു. അമ്മ തൻ്റെ മകൻ്റെ കൈപിടിച്ച് ആ മുറിക്കുള്ളിലേക്ക് കയറി ചെന്നു. നിസ്സഹായയായ ഒരു അമ്മ ഒരുപാട് പ്രതീക്ഷകളോടെ ആത്മവിശ്വാസം സംഭരിച്ച് ഉള്ളിലേക്ക് കയറി വരുന്നതായി സാറിന് തോന്നി. ഇരിക്കാൻ പറഞ്ഞപ്പോൾ വിനയം കൊണ്ടാവണം, ഞങ്ങൾ നിന്നോളാം സാർ എന്നായിരുന്നു മറുപടി. ഒരിക്കൽ കൂടി ഇരിക്കാൻ സാർ ആവശ്യപ്പെട്ടപ്പോൾ അവർ കസേരയിലിരുന്നു. മകൻ നന്നായി പഠിക്കുമെന്നും ഡോക്ടറാകാൻ ആഗ്രഹമുണ്ടെന്നും സ്കൂൾ ടീച്ചറാണ് ബെർലിൻ എന്ന സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞതെന്നും അമ്മ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. നീ അത്ര നന്നായി പഠിക്കുമോ എന്ന് ഡയറക്ടർ സാർ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ മറുപടി, സാർ, ഞാൻ ഈ കോഴ്സ് നന്നായി പഠിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻട്രൻസ് എക്സാമിന് നല്ല മാർക്ക് മേടിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പക്ഷേ ഇതൊക്കെ എൻ്റെ മാത്രം പാഴ് വിശ്വാസം സാറേ. എൻ്റെ അമ്മയ്ക്കോ കുടുംബ പശ്ചാത്തലത്തിനോ ജീവിത സാഹചര്യങ്ങൾക്കോ സാമ്പത്തിക സ്ഥിതിക്കോ ഒന്നും ബെർലിനിലെ പഠനം സാധ്യമാക്കി തരാൻ സാധിക്കില്ല. പക്ഷേ ഞാനൊരിക്കലും ഗിവപ്പ് ചെയ്യില്ല സാർ. എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി എന്നാൽ കഴിയും വിധം ഞാൻ പരിശ്രമിക്കും. ആ വിദ്യാർത്ഥിയുടെ വാക്കുകളിലും കണ്ണിലും കണ്ട തീഷ്ണത ഒരു നിമിഷം സാറിനെ നിശബ്ദമാക്കി ചിന്തിപ്പിച്ചു. അമ്മയോട് മകൻ്റെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ബാല്യം മുതലേ പങ്കെടുത്ത എല്ലാ പരീക്ഷകളിലും നല്ല മാർക്കുകൾ വാങ്ങിയ വിദ്യാർത്ഥി. SSLC പരീക്ഷയ്ക്കും +2-നും 95% മുകളിൽ മാർക്കുകൾ വാങ്ങിയ മിടുക്കനായൊരു പയ്യൻ. പഠനം പൂർത്തിയാക്കിയത് തൻ്റെ ഗ്രാമത്തിലെ തന്നെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ. മാർക്കുകളും ഗ്രേഡുകളും ഒരുപാട് വാരിക്കുട്ടിയ വിദ്യാർത്ഥിയെ അനുമോദിച്ചുകൊണ്ട് ഒരു പത്രത്തിലോ ഗ്രാമത്തിലെ ഒരു ഫ്ലെക്സിലോ സ്കൂളിലെ നോട്ടീസ് ബോർഡിലോ പോലും വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പഠിപ്പിച്ച ടീച്ചർമാർ അവനെ അനുമോദിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് സ്കൂളിൻ്റെ മുൻപിൽ സ്ഥാപിക്കാൻ ഒരു ഫോട്ടോ അവനോട് ചോദിച്ചാൽ ഭയത്തോടുകൂടി അത് വേണ്ട ടീച്ചർ എന്നായിരുന്നു മറുപടി. ആ ഭയത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട്. മദ്യപാനിയായ രണ്ടാനച്ഛനോടുള്ള ഭയം. ഈ വിദ്യാർത്ഥിയുടെ സ്വന്തം അച്ഛൻ്റെ പെട്ടെന്നുണ്ടായ വിയോഗം കുടുംബത്തെ ആകെ ദാരിദ്ര്യത്തിൻ്റെ വക്കിലേക്ക് എത്തിച്ചപ്പോഴായിരുന്നു അമ്മ റോഡ് ടാറിങ്ങിനും വീട്ടുജോലിക്കുമൊക്കെയായി തൊഴിലിൽ ഏർപ്പെടുന്നത്. ഒരു ചെറിയ വീട് മാത്രം സ്വന്തമായുള്ള ആ അമ്മ മകനെ അല്ലലില്ലാതെ നോക്കാൻ വേണ്ടി, നന്നായി പഠിപ്പിക്കാൻ വേണ്ടി രാപ്പകൽ കഷ്ടപ്പെട്ടു. ഭർത്താവ് മരിച്ച് 4 വർഷത്തിന് ശേഷം ജോലി സ്ഥലത്ത് നിന്നും തന്നോടും മകനോടും സ്നേഹവും കരുതലും നടിച്ചു കൂടിയ ഒരു വ്യക്തി ഇവൻ എനിക്ക് മകനെ പോലെയാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് 2ാം വിവാഹത്തിലൂടെ ആ ചെറിയ വീട്ടിൽ കയറിപ്പറ്റി.
ബന്ധുക്കളോ മറ്റാരുമില്ലായിരുന്ന ആ കുടുംബത്തിന് ഒരു കുടുംബനാഥനായി. എന്നാൽ പതുക്കെ പതുക്കെ എന്നും മദ്യപിച്ച് രണ്ടാനച്ഛൻ കുടുംബത്തിൽ കലഹങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ഈ യുവാവിനെ സ്കൂളിൽ വിടാതെ കൂലിപ്പണിക്ക് പോകാൻ നിർബന്ധിക്കാൻ തുടങ്ങി. അവൻ വീട്ടിലിരുന്ന് പഠിക്കുന്നത് കാണാനിടയായാൽ പഠിക്കുന്ന പുസ്തകങ്ങൾ വരെ വലിച്ചു കീറുമായിരുന്നു. പക്ഷേ തൻ്റെ മകൻ്റെ പഠനത്തിലുള്ള കഴിവ് ബാല്യം മുതലേ തിരിച്ചറിഞ്ഞ ആ അമ്മ രണ്ടാനച്ഛൻ്റെ തീരുമാനത്തിനെ എതിർത്ത് സംസാരിച്ചു. അതിൻ്റെ പേരിൽ രണ്ടാളെയും അദ്ദേഹം ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. പക്ഷെ ഇതെല്ലാം സഹിച്ചുകൊണ്ട് മനസ്സിൽ ചെറിയ ഒരു നീറ്റലോടുകൂടി ആ യുവാവെന്നും ക്ലാസ്സിൽ പോയിരുന്നു. വീട്ടിൽ വന്നാൽ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ വീട്ടിലിരുന്ന് പഠിക്കാനുള്ള സാഹചര്യം അവനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ടാൽ അമ്മ വീട്ടുജോലിക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് ചെല്ലും. അവിടെ ഇരുന്ന് പഠിക്കും. പരീക്ഷാ കാലഘട്ടങ്ങളിലൊക്കെ രാത്രിയിൽ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ തോട്ടത്തിലിരുന്ന് രണ്ടാനച്ഛൻ കാണാതെയായിരുന്നു ആ വിദ്യാർത്ഥിയുടെ പഠനം. പുസ്തകം കീറിക്കളയുമോ എന്ന പേടികൊണ്ട് ആ തോട്ടത്തിൽ തന്നെ ഒരു സ്ഥലത്ത് പുസ്തകം ഒളിപ്പിച്ചു വെക്കുന്നത് പതിവായിരുന്നത്രേ. ഇത്രയും കാര്യങ്ങൾ വളരെ വൈകാരികമായി ആ അമ്മ സാറിനോട് പറഞ്ഞപ്പോൾ സാർ ആ വിദ്യാർത്ഥിയോട് ചോദിച്ചു, ഡോക്ടർ ആവാനാണല്ലേ ആഗ്രഹം? എന്താണ് ഡോക്ടർ ആകണം എന്നൊരാഗ്രഹം മനസ്സിലുണ്ടാവാൻ കാരണം? അതെൻ്റെ സ്വന്തം അച്ഛൻ മരിച്ച ദിവസം എൻ്റെ മനസ്സിൽ രൂപം കൊണ്ട ഒരു ലക്ഷ്യമാണ് സാറേ എന്നായിരുന്നു ആ വിദ്യാർത്ഥിയുടെ മറുപടി. ആ വിദ്യാർത്ഥിയുടെ അച്ഛൻ മരണപ്പെട്ടത് ആ കുട്ടിയുടെ പിറന്നാൾ ദിവസമാണ്. പിറന്നാൾ ദിവസം തനിക്ക് പുതുവസ്ത്രം വാങ്ങിത്തരാൻ തന്നെയും കൂട്ടി ബൈക്കിൽ യാത്രയായപ്പോൾ വഴിമധ്യേ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. സുരക്ഷയ്ക്കായി വെച്ച അച്ഛൻ്റെ ഹെൽമെറ്റ് തെറിച്ചുപോയി. തന്നെ മുറുക്കെ ചേർത്ത് പിടിച്ച് അച്ഛൻ നിലത്ത് വീഴുമ്പോൾ അച്ഛൻ്റെ തലയുടെ പിൻഭാഗം റോഡിൽ നന്ദി ഇടിച്ചിരുന്നു. പെട്ടെന്ന് ബോധം മറിഞ്ഞ അച്ഛനെ ചേർത്ത് നിർത്തി വാവിട്ട് കരയുന്ന എന്നെ കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ അച്ഛനെയും എന്നെയും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. നിസ്സഹായമായ എൻ്റെ അവസ്ഥ കണ്ടിട്ടാവണം നല്ലവരായ നാട്ടുകാർ ആദ്യത്തെ സ്കാനിങ്ങും മറ്റ് ഹോസ്പിറ്റൽ പ്രോസസ്സുമെല്ലാം നടപ്പാക്കി തന്നു. സ്കാനിങ്ങിനെല്ലാം ശേഷം ഡോക്ടർ എന്നോട് പറഞ്ഞു, വീട്ടിൽ നിന്ന് ബന്ധുക്കളോടോ ആരോടെങ്കിലുമോ വരാൻ പറയണം. ഒരു സിവിയർ ഹെഡ് ഇഞ്ചുറിയാണ്, ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ട്. എത്രയും പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ അത്യാവശ്യമാണെന്നും അതിനു മുൻപായി പണം കെട്ടിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. വെറും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന തനിക്ക് ഹെഡ് ഇഞ്ചുറി എന്താണെന്നോ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് എന്താണെന്നോ സ്കൾ ഫ്രാക്ചേഴ്സ് എന്താണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. പണം കെട്ടിവെക്കണം എന്ന് മാത്രം മനസ്സിലായി. ഞാൻ അടുത്തുള്ള വീട്ടിലെ ഫോണിൽ വിളിച്ച് അമ്മയെ വിവരമറിയിച്ചു. കൂടെ വന്ന നാട്ടുകാരൊക്കെ ഏറ്റവും നല്ല മസ്തിഷ്ക ചികിത്സ ലഭിക്കുന്ന ഹോസ്പിറ്റൽ ഇതാണെന്ന് പറയുമ്പോൾ അതേ അവർ തന്നെ ആ ഹോസ്പിറ്റലിലെ വലിയൊരു ചിലവിനെക്കുറിച്ചും പരസ്പരം പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അച്ഛനെ സ്കാനിങ്ങിന് കൊണ്ടുപോയപ്പോൾ അച്ഛൻ്റെ ചോരയിൽ പൊതിഞ്ഞ ഷർട്ട് എൻ്റെ കയ്യിൽ തന്നിരുന്നതിനാൽ അതിലെ പോക്കറ്റിലെ പേഴ്സിൽ തനിക്ക് പിറന്നാളിന് പുത്തനുടുപ്പ് വാങ്ങിത്തരാൻ അച്ഛൻ മാറ്റിവെച്ച ഒരു 650 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പണമടയ്ക്കാൻ സാധ്യമല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഇവിടെ നിന്ന് മാറ്റണം എന്നും ഡോക്ടർമാർ പറഞ്ഞു. അപ്പോഴേക്കും നാട്ടുകാരനോട് പറഞ്ഞു, അച്ഛനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാം, അങ്ങോട്ട് ബന്ധുക്കളോടും എല്ലാവരോടും വരാൻ വിളിച്ചു പറ. സൂക്ഷിച്ചു വെച്ച കുറച്ച് പണവും വീട്ടിലെ ഒരു ചെറിയ കുടുക്കയുമൊക്കെ പൊട്ടിച്ച് അമ്മ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അച്ഛൻ മരണപ്പെട്ടിരുന്നു. അന്ന് ഞാൻ കുറേ നേഴ്സുമാരെ കണ്ടു, കുറേ നിസ്സഹായകരായ രോഗികളെ കണ്ടു, ജീവനേക്കാൾ പൈസയ്ക്ക് മൂല്യം കൽപ്പിക്കുന്ന ഹോസ്പിറ്റൽ അതോറിറ്റിയെ കണ്ടു. എത്രയും പെട്ടെന്ന് പണം കെട്ടിവെച്ചാൽ ഓപ്പറേഷനിലൂടെ ജീവൻ തിരികെ നൽകാം എന്ന് വാഗ്ദാനം ചെയ്യുന്ന ചില ഡോക്ടർമാരെയും കണ്ടു. അന്നൊരാഗ്രഹം തോന്നി സാർ, എനിക്കും ഒരു ഡോക്ടർ ആവണമെന്ന്. പണത്തേക്കാൾ ജീവൻ്റെ മൂല്യം തിരിച്ചറിയുന്ന ഒരു ഡോക്ടർ. ഇത്രയും കേട്ട ബ്രില്യൻറ്റിലെ ഡയറക്ടർ സാർ ആ അമ്മയോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നിവിടെ ജോയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ഇവിടെ ജോയിൻ ചെയ്യണം. ഈ മകൻ്റെ പഠിത്തം ബ്രില്യൻറ്റ് സാധ്യമാക്കി തരുമെന്ന്. അങ്ങനെ ആ വിദ്യാർത്ഥി ഇവിടെ ജോയിൻ ചെയ്യുന്നു. നല്ല അധ്യാപകരും മൂല്യവത്തായ പഠന രീതിയും അതിൻ്റെ എല്ലാ ആധികാരികതയോടുകൂടിയും ആ വിദ്യാർത്ഥി നേടിയെടുക്കുന്നു. ഹോസ്റ്റലിൽ മറ്റ് പ്രഗത്ഭരായ വിദ്യാർത്ഥികളോടൊപ്പം ചങ്ങാത്തം കൂടിയുള്ള പഠന രീതി
ജീവിതത്തിലെ തന്നെ ആദ്യ അനുഭവങ്ങളായിരുന്നു. ഇതിനിടയിൽ ആ വിദ്യാർത്ഥി തന്നെ പഠിപ്പിച്ച അധ്യാപകരോടും സുഹൃത്തുക്കളോടുമൊക്കെ പറയുമായിരുന്നു അത്രേ, എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വരികയാണെങ്കിൽ ഇങ്ങനെയൊരു വിദ്യാർത്ഥി ഇവിടെ ഇല്ല എന്നേ പറയാവൂ. കാരണം രണ്ടാനച്ഛനോട് കലഹിച്ച് വീട് വിട്ട് മറ്റെവിടെയോ ജോലിക്ക് പോയിരിക്കുവാണെന്ന് പറഞ്ഞാണ് ഇവിടെ ബ്രില്യൻറ്റിൻ്റെ സ്ഥാപനത്തിൽ ആ വിദ്യാർത്ഥി പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം എങ്ങനെയോ കാര്യങ്ങൾ അറിഞ്ഞ് രണ്ടാനച്ഛൻ ബ്രില്യൻറ്റിൽ വരികയും അന്വേഷിക്കുകയും ഇവിടെ അങ്ങനെയൊരു വിദ്യാർത്ഥി ഇല്ല എന്ന് ബോധ്യപ്പെട്ട് തിരികെ പോകുകയും ചെയ്തു. അങ്ങനെ മാസങ്ങൾ നീങ്ങി. വർഷാവസാനം അഖിലേന്ത്യാ മെഡിക്കൽ എൻട്രൻസ് എക്സാം സെൻറ്ററിലേക്ക് പോകുന്നതിന് മുൻപ് ബ്രില്യൻറ്റിലെ ഓരോ ഡയറക്ടേഴ്സിനെയും പഠിപ്പിച്ച അധ്യാപകരെയും കണ്ട് തികഞ്ഞ ആത്മവിശ്വാസം സംഭരിച്ച് ആ വിദ്യാർത്ഥി എക്സാമിന് യാത്രയായി. ഏകദേശം ഒരു മാസത്തിനു ശേഷം ആ വർഷത്തെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ് എക്സാമിന് 20ാം സ്ഥാനം ആ വിദ്യാർത്ഥി നേടിയെടുത്തു. സ്വാഭാവികമായും എന്തുകൊണ്ട് ആ വ്യക്തിയുടെ പേര് പരാമർശിക്കുന്നില്ല എന്ന ചോദ്യം നിങ്ങളിൽ ഉണ്ടായേക്കാം. ഈ വ്യക്തിയെ ബ്രില്യൻറ്റിൽ നന്നായി പഠിപ്പിച്ച, ഇദ്ദേഹത്തെ ഒരുപാട് മനസ്സിലാക്കിയ ഇവിടുത്തെ ഒരു പ്രൊഫസറാണ് എന്നോട് ഈ റിയൽ ലൈഫ് സ്റ്റോറി പറയുന്നത്. എന്നാൽ ഈ റിയൽ ലൈഫ് സ്റ്റോറി ഇവിടെ പറയുന്നതിന് മുൻപ് അദ്ദേഹത്തെ പഠിപ്പിച്ച പ്രൊഫസർ അദ്ദേഹത്തെ തന്നെ വിളിച്ചു ചോദിച്ചിരുന്നു. മറന്നുപോയ പല ഭാഗങ്ങളും ഇന്ന് ആ ഡോക്ടറായി മാറിയ ആ വിദ്യാർത്ഥി തന്നെയാണ് ഈ കഥയിൽ കൂട്ടിച്ചേർത്ത് തന്നതും. പക്ഷെ എല്ലാത്തിനും അവസാനം അദ്ദേഹം ഇതും കൂടി പ്രൊഫസറിനോട് പറഞ്ഞു, സർ, ഇതിലെൻ്റെ പേര് പരാമർശിക്കരുത്, അത് എൻ്റെ സ്വകാര്യതയാണ്. എൻ്റെ ജീവിതം, ആ നാളുകൾ, അതിലൂടെ നേടിയെടുത്ത വിജയം, അത് മറ്റുള്ളവരെ സ്വാധീനിക്കുമെങ്കിൽ എൻ്റെ പേര് പരാമർശിക്കാതെ എൻ്റെ കഥ നിങ്ങൾ പറഞ്ഞുകൊള്ളൂ. എന്നിട്ട് ആ പ്രൊഫസർ എന്നോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് ആ വ്യക്തി തൻ്റെ പേര് പരാമർശിക്കരുത് എന്ന് പറഞ്ഞതെന്നറിയാമോ? അദ്ദേഹം ഇന്ന് ഇന്ത്യയിലെ തന്നെ ഒരു പ്രശസ്തമായ ഹോസ്പിറ്റലിൽ അതിപ്രഗത്ഭനായ ന്യൂറോ സർജനാണ്. ഇത് കേൾക്കുന്ന ഓരോ വിദ്യാർത്ഥികളും ഒരിക്കലെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കണം. നമുക്കുള്ള പഠന സാധ്യതകളും സാഹചര്യങ്ങളും എത്ര വിശാലമാണെന്ന്. ഇപ്പോൾ പങ്കുവെച്ച ഈ ഡോക്ടറുടെ ജീവിതാനുഭവം താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ എത്ര കരുതലോടെയാണ് നമുക്ക് വിദ്യാഭ്യാസം സാധ്യമാക്കി തരുന്നത് എന്ന്. സ്കൂൾ അടച്ചിടേണ്ടി വന്ന ഈ കോവിഡ് കാലഘട്ടത്തിലും ഓൺലൈൻ ക്ലാസ്സിനായി തങ്ങളുടെ മക്കളുടെ പഠനത്തിനാവശ്യമായ ഫോണും ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസും തങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നുകൊണ്ടും സാധ്യമാക്കി നൽകിയ ഒരുപാട് മാതാപിതാക്കളുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. ഇതെല്ലാം സാധ്യമാക്കി തന്നിട്ടും തങ്ങളുടെ സാഹചര്യങ്ങളെ പഠിക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട് നമ്മുടെ ഈ സമൂഹത്തിൽ. സത്യം പറഞ്ഞാൽ ഈ സാഹചര്യങ്ങളെ പഠിക്കുന്നവർക്ക് അതൊരു ഒഴിവുകഴിവ് മാത്രമാണ്. വിജയിക്കാൻ ദൃഢനിശ്ചയം ചെയ്തവർക്ക് ഏത് സാഹചര്യവും മുന്നോട്ട് പോകാനുള്ള ഊർജമാണ്. വിശ്വോത്തര എഴുത്തുകാരനായ പൗലോ കൊയ്ലോ തൻ്റെ ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഇഫ് യു റിയലി വാണ്ട് സംതിങ്, ദ എൻറ്റയർ വേൾഡ് കൺസ്പയർസ് ടു അച്ചീവ് ദാറ്റ്. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ലക്ഷ്യം ആഗ്രഹിക്കുന്നെങ്കിൽ അത് സാധ്യമാക്കി തരാൻ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതെ, നമ്മുടെ ചിന്തകളിൽ, പ്രവൃത്തികളിൽ, സൗഹൃദങ്ങളിൽ, എന്തിന് നമ്മുടെ ഉറക്കത്തിൽ പോലും ലക്ഷ്യത്തിനാവശ്യമായവയെ ചേർത്ത് പിടിക്കുക. ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. വിജയം സുനിശ്ചിതം. നന്ദി.